വർഷങ്ങളായി ഗൾഫ് മേഖലയിൽ നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷം തകിടം മറിച്ചുകൊണ്ട് സൗദി അറേബ്യയും യമനിലെ ഹൂതി പ്രസ്ഥാനവും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും അതിരൂക്ഷമായിരിക്കുകയാണ്. യമനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇരുവിഭാഗവും വർഷങ്ങളായി പാലിച്ചു പോന്ന അപ്രഖ്യാപിത വെടിനിർത്തൽ പൂർണ്ണമായും തകരുകയും മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാവുകയും ചെയ്തിട്ടുണ്ട്. സൗദിയുടെ തെക്കൻ അതിർത്തി നഗരങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തിയ വൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെയാണ് വർഷങ്ങളായുള്ള ഈ സമാധാന കരാർ ഇല്ലാതായത്. സൗദി അറേബ്യയുടെ ആഭ്യന്തര പ്രതിരോധ സംവിധാനങ്ങളെയും സൈനിക വ്യൂഹത്തെയും ഒരേ സമയം പരീക്ഷിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ മിസൈൽ വർഷമാണ് യമനിൽ നിന്നും ഉണ്ടായത്. ഒന്നിനു പിറകെ ഒന്നായി അതിർത്തി കടന്നെത്തിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു വ്യൂഹത്തെ തങ്ങളുടെ തദ്ദേശീയവും പാശ്ചാത്യവുമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സൗദി സഖ്യസേന വിജയകരമായി തകർത്തതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2022 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന ചരിത്രപരമായ സമാധാന ഉടമ്പടി പൂർണ്ണമായും അവസാനിച്ചതായി ഹൂതി സൈനിക വക്താക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ മിസൈൽ ആക്രമണം അരങ്ങേറിയത്. സൗദി സഖ്യസേനയുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത സൈനിക നീക്കങ്ങളാണ് തങ്ങളെ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഹൂതികളുടെ വാദം. ഈ ഔദ്യോഗിക പിന്മാറ്റ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സൗദിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് തങ്ങളുടെ സൈനിക ശക്തിയും പ്രഹരശേഷിയും പ്രകടിപ്പിക്കാൻ ഹൂതികൾക്ക് കഴിഞ്ഞു. യമൻ തലസ്ഥാനമായ സനായിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ സൗദി സഖ്യസേന നടത്തിയ കടുത്ത വ്യോമാക്രമണമാണ് ഈ പുതിയ തർക്കങ്ങൾക്ക് ഉടനടിയുള്ള കാരണമായി മാറിയത്. സനാ എയർപോർട്ടിന്റെ പ്രധാന റൺവേ പൂർണ്ണമായും തകർക്കുകയും വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കുകയും ചെയ്ത പ്രകോപനപരമായ വ്യോമാക്രമണമാണ് സൗദി നടത്തിയത്. മാനുഷികമായ സഹായങ്ങൾ എത്തിക്കുന്നതിനും യാത്രകൾക്കും ഉപയോഗിച്ചിരുന്ന ഈ പ്രധാന വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണം തങ്ങൾക്കെതിരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായാണ് ഹൂതികൾ കണക്കാക്കിയത്. സനാ വിമാനത്താവളം തകർത്തതിന് കൃത്യമായ പ്രതികാരം ചെയ്യുമെന്നും സൗദിയിലെ വ്യോമതാവളങ്ങളും വിമാനത്താവളങ്ങളും തങ്ങളുടെ മിസൈലുകളുടെ പരിധിയിലാണെന്നുമുള്ള ശക്തമായ മുന്നറിയിപ്പ് ഹൂതികൾ നേരത്തെ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് സൗദിയുടെ തെക്കൻ മേഖലയായ ജിസാൻ, നജ്റാൻ തുടങ്ങിയ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടവർ ആക്രമണം നടത്തിയത്. വർഷങ്ങളായി നിലനിന്നിരുന്ന ശാന്തതയ്ക്ക് ശേഷം ഗൾഫ് മേഖലയിലുണ്ടായ ഈ പെട്ടെന്നുള്ള സൈനിക വിന്യാസങ്ങളും ആക്രമണങ്ങളും അന്താരാഷ്ട്ര നിരീക്ഷകരെ കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. ചെങ്കടലിലൂടെയുള്ള സമുദ്ര വ്യാപാര സുരക്ഷയെയും ആഗോള ഇന്ധന വിതരണത്തെയും ഈ സംഘർഷം വീണ്ടും ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹൂതികളുടെ ഈ വൻ മിസൈൽ ആക്രമണത്തെ തടയാൻ സൗദി അറേബ്യ തങ്ങളുടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിച്ചത്. ആകാശത്ത് വെച്ച് തന്നെ ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈലുകളെ വെടിവെച്ചിടാൻ സാധിച്ചതിനാൽ വലിയൊരു ദുരന്തമാണ് സൗദി അതിർത്തിയിൽ ഒഴിവായത്. യമനിലെ ഹൂതികൾക്ക് പിന്നിൽ ഇറാന്റെ ശക്തമായ സൈനിക നയതന്ത്ര പിന്തുണയുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. ഇറാന്റെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോണുകളുമാണ് ഹൂതികൾക്ക് സൗദിക്കെതിരെ പ്രയോഗിക്കുന്നത്. അതിനാൽ സൗദി ഹൂതി സംഘർഷം എന്നത് യഥാർത്ഥത്തിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വലിയൊരു നിഴൽ യുദ്ധത്തിന്റെ തുടർച്ചയായാണ് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ഗൾഫ് മേഖലയിലെ ഈ പുതിയ സുരക്ഷാ പ്രതിസന്ധി പരിഹരിക്കാൻ യുഎൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഉടൻ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. വലിയൊരു യുദ്ധത്തിലേക്ക് വീണ്ടും നീങ്ങുന്നത് യമനിലെ ദരിദ്രരായ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം കൂടുതൽ നരകതുല്യമാക്കും. സൗദി ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വിഭാവനം ചെയ്ത വിഷൻ 2013 പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിന് രാജ്യത്ത് സമാധാനം അത്യന്താപേക്ഷിതമാണ്. വിനോദസഞ്ചാര മേഖലയിലും വലിയ വ്യവസായങ്ങളിലും വൻതോതിൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ശ്രമിക്കുന്ന സൗദിക്ക് അതിർത്തിയിൽ നിന്നുള്ള മിസൈൽ ഭീഷണി വലിയൊരു കറുത്ത പുള്ളിയാണ് ഉണ്ടാക്കുന്നത്. യമനിലെ ഹൂതികളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം തങ്ങളുടെ നിലനിൽപ്പിന്റെയും പരമാധികാരത്തിന്റെയും പ്രശ്നമാണ്. വിമാനത്താവളങ്ങൾക്ക് നേരെ സൗദി നടത്തുന്ന ആക്രമണങ്ങൾ തങ്ങളുടെ രാജ്യത്തെ കൂടുതൽ ഒറ്റപ്പെടുത്താനുള്ള തന്ത്രമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സൈനിക ശക്തികളുടെ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലാണ് ഈ സംഘർഷം വികസിക്കുന്നത്. ഇരുപക്ഷവും തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈലുകളും അതിർത്തികളിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്.
വരും ദിവസങ്ങളിൽ സൗദി സഖ്യസേന യമനിലെ ഹൂതി താവളങ്ങളെ ലക്ഷ്യമിട്ട് കൂടുതൽ ശക്തമായ പ്രത്യാക്രമണങ്ങൾ നടത്തിയേക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഹൂതികളുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആയുധപ്പുരകളും പൂർണ്ണമായി തകർക്കാനുള്ള വ്യോമാക്രമണ പദ്ധതികൾ റിയാദ് തയ്യാറാക്കി കഴിഞ്ഞു. വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു ചെറിയ സമാധാന കിരണമാണ് ഇപ്പോൾ പൂർണ്ണമായും പൊലിഞ്ഞു പോയിരിക്കുന്നത്. ഗൾഫ് മേഖല വീണ്ടും ഒരു ചോരപ്പുഴയ്ക്ക് സാക്ഷിയാകുമോ, അതോ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇരുവിഭാഗവും വീണ്ടും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങുമോ എന്ന് വരും മണിക്കൂറുകളിലെ സൈനിക നീക്കങ്ങൾ തീരുമാനിക്കും. യുദ്ധത്തിന്റെ ഭീതിതമായ നിഴലിൽ ചെങ്കടൽ തീരവും ഗൾഫ് നാടുകളും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്.